ദൈവത്തിന് സ്തോത്രം. പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. 121 സങ്കീർത്തനം 1 വാക്യം വായിക്കുന്നു. സങ്കീർത്തനങ്ങൾ 121:1. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ആ വാക്യത്തിന്റെ അവസാനത്തെ പദങ്ങൾ എഴുതിയിരിക്കുന്നത് എനിക്ക് സഹായം എവിടെ നിന്ന് വരും. ഇന്ന് പ്രഭാതത്തിലും അങ്ങനെ പറയുകയും ചിന്തിക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. എപ്പോഴാ നമ്മുടെ ജീവിതത്തിൽ ഒരു സഹായത്തിന്റെ ആവശ്യം വരുന്നത്? പലപ്പോഴും നമ്മളെ കൊണ്ട് ചെയ്യുവാൻ കഴിയാതിരിക്കുമ്പോൾ, ആവശ്യം വലിയതും കയ്യിലുള്ളത് ചെറുതുമായി പോകുമ്പോൾ, നമ്മളെക്കാൾ പ്രശ്നങ്ങൾ വലുതായിരിക്കുമ്പോൾ ആരുടെയെങ്കിലും സഹായം നമുക്ക് വേണ്ടി വരും. ഈ ദിവസങ്ങളിൽ ആവശ്യങ്ങൾ വലുതും കയ്യിലുള്ളത് ചുരുക്കവുമായിട്ട് ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഭവനത്തിൽ ഒരു കല്യാണം നടക്കണം, നിങ്ങളുടെ വീട്ടിന്റെ പണി നടക്കണം, കുഞ്ഞിന്റെ അഡ്മിഷന്റെ കാര്യം കൃത്യസമയത്ത് നടക്കണം. എന്നാൽ ആ ആവശ്യങ്ങൾ പരിഹരിക്കേണ്ടതിന് കരങ്ങളിൽ ഒന്നുമില്ലാതെ ആരെന്നെ സഹായിക്കുമെന്നുള്ള ചോദ്യത്തോടെ ജീവിതയാത്രയിൽ പകച്ചു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ സന്ദേശം നിങ്ങളെ അനുഗ്രഹിക്കുകയും പുറത്തു കൊണ്ടുവരികയും ചെയ്യും. വലിയ പ്രതിസന്ധികൾ അനുഭവിക്കുമ്പോഴാ, വലിയ ആവശ്യങ്ങൾ മുൻപിലേക്ക് വരുമ്പോഴാ ഹൃദയത്തിനകത്ത് ഒരാഗ്രഹം വരുന്നത്, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ആമേൻ. 1-ാമത്തെ വാക്യത്തിനകത്ത് സങ്കീർത്തനക്കാരന്റെ ചോദ്യമാണ്, ആരാ എന്നെ സഹായിക്കുന്നത്? ഏത് വ്യക്തിയിലൂടെയാ എനിക്കുള്ള സഹായം വെളിപ്പെടുന്നത്? എന്നെ കരം പിടിച്ചുയർത്തുവാൻ, എൻ്റെ ആവശ്യങ്ങളിൽ എനിക്ക് ആവശ്യമുള്ളത് തന്ന് തൃപ്തിപ്പെടുത്തുന്നത് ആരാണ്? എവിടെ നിന്നാണ് എൻ്റെ സഹായം വരുന്നത്? ഒരു പക്ഷേ പല മനുഷ്യനെയും പല വ്യക്തികളെയും ആശ്രയിച്ച് നിരാശരായി ജീവിതയാത്രയിൽ നിങ്ങൾ ഭാരപ്പെടുന്നവരാകാം. എന്നാൽ ഈ സങ്കീർത്തനം നമ്മളോട് സംസാരിക്കുകയാണ്, എനിക്ക് സഹായം എവിടെ നിന്ന് വരുമെന്നുള്ള ചോദ്യത്തിന് 2-ാം വാക്യത്തിനകത്ത് മറുപടി പറയുകയാണ്, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നു. പ്രിയരെ, ദൈവം എന്നെ സഹായിക്കുമെന്ന് വേണമെങ്കിൽ ഒരൊറ്റ വാക്കുകൊണ്ട് പറയാമായിരുന്നു. എന്നാൽ അങ്ങനെ പറയാതെ ദൈവത്തിന്റെ വലിപ്പം എത്രയാണെന്ന് വെളിപ്പെട്ട് കിട്ടേണ്ടതിന് പറയുകയാണ്, എന്നെ സഹായിക്കുന്നത് ഒരു സാധാരണ വ്യക്തിയല്ല, ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കുവാൻ കരുത്തുള്ള ദൈവമാണ്. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹൃദയം കൊണ്ട് അങ്ങനെ വിശ്വസിക്കുവാൻ നിങ്ങൾ തയ്യാറാകുമോ? നിങ്ങളുടെ കുഞ്ഞിന്റെ വിഷയത്തിനകത്ത് സഹായിക്കുവാൻ, നിങ്ങളുടെ ഭവനത്തിന്റെ പണി പൂർത്തിയാക്കുവാൻ നിങ്ങളെ സഹായിക്കുവാൻ, രോഗത്തിൽ നിന്ന് പുറത്തു വരുവാൻ സഹായിക്കുവാൻ, മാനുഷികമായിട്ടൊരു കരവും നീണ്ടില്ല എങ്കിലും അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠവും ഉന്നതവുമായ കാര്യമാണ് ഈ സങ്കീർത്തനത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, എൻ്റെ സഹായം. ഇന്ന് രാവിലെ വിശ്വസിക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ ദൈവപ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. രോഗത്തിൽ സഹായിക്കുവാൻ, പ്രതികൂലങ്ങളിൽ സഹായിക്കുവാൻ, സാമ്പത്തിക ആവശ്യങ്ങളിൽ സഹായിക്കുവാൻ,
നിങ്ങൾ പെട്ടുകിടക്കുന്ന അനുഭവത്തിൽ സഹായിച്ച പുറത്തു കൊണ്ടുവരുവാൻ കരുത്തുള്ള മഹാദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഈ പ്രഭാതത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാമോ? ആകാശത്തെയും ഭൂമിയെയും ആമേൻ ഉണ്ടാക്കിയ ആകാശവും ഭൂമിയും ഉണ്ടാക്കിയെങ്കിൽ സകലവും ഉണ്ടാക്കുവാൻ അവന് കഴിയും. അങ്ങനെയാണെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയത് കൂട്ടിച്ചേർത്ത് തരുവാൻ, ഉണ്ടാക്കുവാൻ, വിളിച്ചു വരുത്തുവാൻ, കൽപ്പിച്ചു വരുത്തുവാൻ കരുത്തുള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അതാണ് പറയുന്നത്, ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നു. ജയിക്കുവാൻ, പുറത്തു വരുവാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ ഒരു സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? കരം നീട്ടിയവരെല്ലാം മുഖം തിരിഞ്ഞ് നടന്നു. ഭാരപ്പെടരുത്. ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവം സഹായിക്കുവാൻ സന്നദ്ധനായി കൂടെയുണ്ട്. അതനുഭവിച്ചറിയേണ്ടതിന് ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. ആ 8 വാക്യങ്ങൾ താഴോട്ട് വായിച്ചാൽ എണ്ണി എണ്ണി തിരുവചനത്തിനകത്ത് എഴുതിയിരിക്കുകയാണ് എങ്ങനെയാ ദൈവം സഹായിക്കുന്നതെന്ന്. 3-ാം വാക്യത്തിനകത്ത് പറയുന്നു, നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കത്തില്ല. വഴുവഴുപ്പുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയാൽ ഇപ്പോൾ വീണുപോകും, ഇപ്പം തകരും, ഇപ്പോൾ അവസാനിക്കുമെന്ന് എല്ലാവരും കാത്തിരിക്കുന്നു എങ്കിൽ ആ വഴുവഴുപ്പുള്ള ഇടത്ത് കാല് വഴുതുവാൻ സമ്മതിക്കാത്ത സഹായകനുണ്ടെന്ന് ഇന്ന് രാവിലെ തിരിച്ചറിയണം. എവിടെയാ സഹായിക്കുന്നത്? വഴുവഴുപ്പുള്ള അനുഭവങ്ങളിൽ കടന്നു പോകുമ്പോൾ കാല് വഴുതിപ്പോകാതെ സഹായിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. ആമേൻ. ഈ രാവിലെ വീണു പോകുമെന്ന്, തകർന്നു പോകുമെന്ന്, അവസാനിക്കുമെന്ന് ഭയത്തോടെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം നിന്നെ സഹായിക്കും. എങ്ങനെയാ? വഴുവഴുപ്പുള്ള ഇടത്ത് കാല് വഴുതി പോകുവാൻ അവൻ സമ്മതിക്കത്തില്ല. ആമേൻ. 6-ാം വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. ആമേൻ. ഞാൻ ആ ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്താം. ഒന്നും നിന്നെ തകർക്കുവാൻ, നിനക്ക് ദോഷമായി എഴുന്നേൽക്കുവാൻ, ദോഷമായി നിന്നെ ബാധിക്കാൻ ഇടവരാതെ നിന്നെ സഹായിക്കും. ആമേൻ. ഈ വചനം ഏറ്റെടുക്കാമോ? ബൈബിൾ അങ്ങനെയാ പറയുന്നത്, ദോഷമായി ബാധിക്കാൻ സാധ്യതയുള്ള സാഹചര്യമുണ്ടെങ്കിലും ദൈവം നിന്നെ സഹായിക്കും. ആമേൻ. താഴോട്ട് വായിക്കുമ്പോൾ 7-ാം വാക്യത്തിനകത്ത് പറയുന്നു, യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും, നിന്റെ പ്രാണനെ പരിപാലിക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെ സഹായിക്കുമെന്ന? ദൈവം പരിപാലിച്ചുകൊണ്ട് സഹായിക്കും. തട്ടാനും തകർക്കാനും ശ്രമിക്കുന്ന ശക്തികളുണ്ടെങ്കിൽ ഒന്നും നിന്നെ തട്ടാതിരിക്കേണ്ടതിന്, നിനക്കേൽക്കാതിരിക്കേണ്ടതിന്, നിനക്ക് ഫലിക്കാതിരിക്കേണ്ടതിന് ദൈവം നമ്മെ സഹായിക്കും. എത്ര അത്ഭുതകരമായ ഈ സങ്കീർത്തനം നമ്മളോട് സംസാരിക്കുന്നത്. ആമേൻ. ഈ വാക്യം വായിച്ചാൽ നമുക്കാവശ്യമുള്ള സഹായം ഇതിനകത്ത് നിന്ന് പ്രാപിക്കുവാനായി കഴിയും. ദോഷമായി എഴുന്നേറ്റ് വന്ന് തട്ടി തകർക്കേണ്ടതിന് ശ്രമിക്കുന്ന ഒരു ദോഷവും തട്ടാതെ വണ്ണം ദൈവം നമ്മെ സഹായിക്കും. ആമേൻ.
ഏതെങ്കിലുമൊക്കെ ദോഷങ്ങൾ സംഭവിക്കുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്നെങ്കിൽ വലിയ വിടുതലായി തീരട്ടെ. അങ്ങനെയാ എഴുതിയിരിക്കുന്നത്. എന്റെ സഹായം എവിടെ നിന്ന് വരും? മറുപടി സങ്കീർത്തനത്തിനകത്തുണ്ട്. ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന്, ആ ദൈവത്തിൽ നിന്ന് വരുന്ന സഹായം എങ്ങനെയാ എനിക്ക് അനുഭവിക്കുവാനായി കഴിയുന്നത്? ഒന്ന്, കാല് വഴുതി പോകാതെ എന്നെ സഹായിക്കും. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, ഒന്നും ബാധിക്കാതെ വണ്ണം ദൈവം നമ്മെ സഹായിക്കും. മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, ഒന്നും ദോഷമായി തട്ടാതെ വണ്ണം ദൈവം നമ്മെ സഹായിക്കും. ഇന്ന് രാവിലെ ദൈവിക സഹായം അനുഭവിക്കേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ? ഈ പകൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്വപിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ. ദൈവികമായ സഹായവും ഇടപെടലുകളും വെളിപ്പെട്ടിട്ട് ഭാരപ്പെടുന്ന വിഷയത്തിനകത്ത് ഓരോരുത്തരെയും ദൈവം സഹായിക്കണമേ. കരുണയുള്ള കരങ്ങളിൽ വഹിക്കും. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാ